റോഷനി കുറച്ചു നേരം പുറത്ത് നടന്ന ശേഷം അകത്തേക്ക് നടന്നു. നേരെ മുകളിലേക്കാണ് നടന്നത്. ചാർജിലിട്ട ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. കുഞ്ഞേ. റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ പിന്നിൽ നിന്ന് റയാൻഷിന്റെ ശബ്ദം കേട്ട് റോഷനി തിരിഞ്ഞു നോക്കി. മൂവി എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. റയാൻഷിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ റോഷനി ഒന്നും ആലോചിക്കാതെ മറുപടി കൊടുത്തു. എന്താ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ തല താഴ്ത്തി. റയാൻഷ് അവളുടെ അടുത്തേക്ക് വന്നു. പടത്തിന് പോവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊക്കോ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പൊയ്ക്കോ. ഹരിയുടെ കൂടെ പോവണ്ട. അത് അവന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. നിന്റെ കളിക്ക് നിൽക്കാൻ അവൻ്റെ കയ്യിൽ സമയമില്ല. അവൻ്റെ ഒരാളുടെ ബലത്തിലെ അവൻ്റെ ബിസിനസ് പോകുന്നത് സഹായിക്കാൻ അച്ഛനേട്ടനോ അനിയന്മാരോ ഒന്നുമില്ല. അവൻ ഒരാളുടെ ബലത്തിലാണ് അതൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കണ്ടറിഞ്ഞ് പെരുമാറണം, മനസ്സിലായോ? റയാൻ ചോദിക്കുമ്പോൾ റോഷനി തലയാട്ടി കാണിച്ചു. ഇനിയൊന്നും കേൾക്കാൻ വയ്യെന്ന പോലെ തിരിഞ്ഞ് ഡോർ തുറന്നു. കുഞ്ഞേ. റയാൻഷിന്റെ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും അവൻ്റെ നേരെ തിരിഞ്ഞു നോക്കി. റയാൻഷ് അവളുടെ നേരെ വന്നു നിന്നു. മനസ്സിൽ ഹരിയുടെ വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? റയാൻഷ് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല. അതിൻ്റെ ഒരു ഞെട്ടലുണ്ടെങ്കിലും ഇല്ലെന്ന് വേഗം തലയാട്ടി കാണിച്ചു കൊടുത്തു. ഉണ്ടെങ്കിൽ പ്രേമിച്ച് നടക്കരുത്. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും നിന്റെ ഏട്ടത്തിയുമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഹരി നിന്റെ ഏട്ടത്തിലെ ഏട്ടനാണ് എന്നൊരു ചിന്തയോടെ വേണം അവനോട് പെരുമാറാൻ. റയാൻഷ് പറഞ്ഞതിനെ റോഷനി തലയാട്ടി കാണിച്ചു. റയാൻഷ് അവൻ്റെ റൂമിലേക്ക് കയറിയതിന് ശേഷമാണ് റോഷനി അവളുടെ റൂമിലേക്ക് കയറിയത്. അപ്പോഴേക്കും മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തിരുന്നു. ഡോർ അടിച്ച് ലോക്കാക്കിയ ശേഷം പാഞ്ഞു ചെന്ന് ആദ്യം നോക്കിയത് ഫോണാണ്. റിപ്ലൈ ഒന്നുമില്ലെന്ന് കണ്ടതും നേരെ വീഡിയോ കോൾ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ എടുത്തില്ല, രണ്ടാമത്തെ റിങ്ങിൽ എടുത്തില്ല, മൂന്നാമത്തെ റിങ് ആയപ്പോഴേക്കും കോൾ അറ്റൻഡായി. എന്താണ് കുഞ്ഞിപ്പണേ, മുഖം ഇത്ര കനം? ഒരു ചെറുചീരിയോടാണ് അവൻ്റെ ചോദ്യം. ഫോൺ എന്തിലോ ചാരി വെച്ചിരിക്കുകയാണ്. മുന്നിലുള്ള ലാപ്പിൽ എന്തോ ചെയ്യുകയാണ്. കയ്യാത്തിലാണെങ്കിലും നോട്ടം സ്ക്രീനിൽ കാണുന്ന റോഷനിയുടെ മുഖത്തേക്കാണ്. ഒരു കള്ളത്തരം നിറഞ്ഞ ചിരിയാണ് അവൻ്റെ ചുണ്ടിൽ. ഏട്ടനോട് പറഞ്ഞല്ലേ? ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഹരി ഒരു ചിരിയോടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി ലാപ്പിലേക്ക് നോക്കി. പിന്നെ പറയാതെ, ഒളിച്ചും പാത്തും പറയാതെ പോവാൻ നമ്മൾ കാമുകന്മാരല്ലോ പെണ്ണെ. അവളെ നോക്കാതെയാണ് പറഞ്ഞത്. റോഷനി അവൻ്റെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റിയില്ല. പറയാതെ പോകുന്നത് മോശമല്ലേ? ആരെങ്കിലും ഒരാൾ നമ്മളെ കണ്ടാൽ അതെങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എന്തിനാണ് വെറുതെ വേണ്ടത്ത പണിക്ക് നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ വിളിച്ച് റയാൻഷിനോട് വിവരം പറഞ്ഞു. എൻ്റെ കൂടെ സിനിമയ്ക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഈ വിളിച്ച് പറയലും ന്യായം വയ്ക്കലും ഉപദേശിക്കലും ഒന്നും വേണ്ടായിരുന്നു. റോഷൻ ദേഷ്യത്തിൽ പറയുമ്പോൾ ഹരി ലാപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റി വലത്തെ വശത്തേക്ക് മുഖം ചേരിച്ചുണ്ട് അവളെ നിന്ന് നോക്കി. നീ നേരെ കിടന്നേ. ഹരി അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി പറഞ്ഞതും ഇറങ്ങിക്കിടന്ന ഡ്രസ്സിന്റെ കഴുത്ത് പിടിച്ച് മുകളിലേക്ക് കയറ്റി അങ്ങനെ തന്നെ കിടന്നു. ഹരി അവളെ കലിപ്പില്ലെന്ന് നോക്കി. റോഷനി ചുണ്ടുകൊട്ടി മുഖം അങ്ങോട്ട് തിരിച്ചു. ഹരി ചിരിച്ചു. ചിരിക്കണ്ട, ചിരിക്കാനുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചുള്ള മറുപടി താ. എൻ്റെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ അതെന്നോട് പറയണം. അല്ലാതെ ഞാൻ ആരോടാ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? എൻ്റെ വർക്ക് മുഴുവനും ഇവിടെ ഇട്ട് ഓടി വന്നിട്ട് അവൾ പറയുന്നു നോക്ക്. ഞാൻ ആരോടും എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇനി താല്പര്യമില്ലെങ്കിലും ഞാനത് നിന്നോട് പറയില്ല. നിന്റെ ഏട്ടനെ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഹരി അവളുടെ വീർത്ത് കെട്ടിച്ചു വന്ന മുഖത്തേക്ക് നോക്കി ഇത്തിരി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അത് തന്നെ എനിക്കും അറിയേണ്ടത്. എന്തിനാ ഏട്ടനെ വിളിച്ചു പറഞ്ഞത്? ഇനി പടത്തിന് പോകണമെങ്കിൽ ഹരിയെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഈ വീട്ടിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് പോവാൻ ഹരി ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. അവൻ ഒരുപാട് തിരക്കുകളുണ്ടെന്ന്. ഏറ്റവും അവസാനം ഒരു ചോദ്യം, നിനക്ക് അവനോട് വല്ലതും ഉണ്ടോന്ന്? ഉണ്ടോ? എനിക്ക് ഇയാളോട് വല്ല കുന്തവും ഉണ്ടോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിലാണ് ചോദിച്ചത്. ലാപ്പിൽ നിന്ന് വലത്തെ കൈയെടുത്ത് താടിക്ക് കൈയും കൊടുത്ത് അവൾ നോക്കിയിരിക്കുന്ന ഹരിയില്ലെന്ന് തലയാട്ടി. ചുണ്ടിലൊരു പാൽപുഞ്ചിരിയുണ്ട്. അതാണ് ആകെ നാണം കേട്ടു. ഇനി ഏട്ടൻ നമ്മളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ടേ നമ്മളെ കാണും. അതുകൊണ്ട് ഞാൻ ഇനി തന്നെ എങ്ങോട്ടും വിളിക്കില്ല. വിളിച്ചാലും താൻ വരണ്ട കേട്ടോ. റോഷനി പറയുമ്പോൾ ഹരി അനുസരണയോടെ തലയാട്ടി. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറ്റി പറയും. എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുക. അതാണൊക്കെ ഒരു പോംവഴി. നീ നേരെ കിടന്നേ. ഹരി റോഷനിയിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ടു പറഞ്ഞതും അനക്കമൊന്നുമില്ല. ഹരി നോക്കുമ്പോൾ ആൾ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഇനി ഒന്നുമില്ല. ഇതിനു മുൻപ് ഉണ്ടായിരുന്നോ? ഹരി പൊട്ടി വന്ന് ചിരി കേശുണ്ടിൽ കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. റോഷനി കൂർത്തൊരു നോട്ടം നോക്കി. ഞാൻ ഫോൺ കട്ടാക്കാം. ഇനി ഞാൻ കാണാം. ഒത്തിരി തിരക്കുള്ള ആളുടെ ജോലി തടസ്സമാവണ്ട. ഹരി എന്തെങ്കിലും മറുപടി പറയാൻ തുടങ്ങിയ മുൻപ് ഫോൺ കട്ടായി.
കട്ടായ ഫോണിലേക്ക് ഒരു നിമിഷം ചിരിയോടെ നോക്കിയതിനു ശേഷം അവൻ അവൻ്റെ ജോലിയിലേക്ക് കടന്നു. ലച്ചു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ റേഞ്ച് റൂമിലില്ല. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ അവൾ നേരെ അങ്ങോട്ട് നടന്നു. ലൈറ്റ് ഇടാതെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ട്. ലച്ചു അങ്ങോട്ട് പോയതുപോലും അറിയാതെ എന്തോ കാര്യമായ ചിന്തയിലാണ്. കിച്ചുവേട്ടാ, ലച്ചു വിളിച്ചതും അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നിന്ന് നോക്കി. ഒരു പിങ്ക് നിറത്തിലുള്ള നൈറ്റിയാണ് വേഷം. ആ ഇരുട്ടിലെ മാമുഖം തിളങ്ങുന്ന പോലെ. റേഞ്ച് കൈ നീട്ടി ലച്ചുവിൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. എന്താ ഇത്ര വലിയ ആലോചന? അവളെ കണ്ണിമ വെട്ടാതെ നോക്കുന്നവൻ്റെ താടിയിൽ തലോടിക്കൊണ്ട് ലച്ചു ചോദിച്ചു. ബാൽക്കണിയിൽ വെളിച്ചമില്ലെങ്കിലും റൂമിലെ വെളിച്ചം അവർക്ക് പരസ്പരം കാണുന്ന തരത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. ചുമ്മാ പറഞ്ഞുകൊണ്ട് റയാൻഷ് പതിയെ ലച്ചുവിൻ്റെ കീഴ്ചുണ്ടിൽ അവനെ തള്ളുവിരൽ കൊണ്ട് തഴുകി. ലച്ചു ഒരു ചീച്ചോടെ അവനെ നെഞ്ചിലേക്ക് ചാരി. നാളെ മുതൽ നിന്നിട്ട് ജോലിക്ക് പോകണം. അത്യാവശ്യം ലീവൊക്കെ ആയില്ലേ, ഇനി പോയി തുടങ്ങിക്കോ. റയാൻഷ് പറഞ്ഞതും ലച്ചു മുഖമുയർത്തി അവനെ നോക്കി. ഇത്ര വേഗം വേണോ? ഞാൻ വന്നിട്ട് 2-3 ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. 1-2 ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ട് പോവാം. അമ്മ ഒറ്റയ്ക്കല്ലേ? അമ്മ ഒറ്റയ്ക്കൊന്നുമല്ല, വല്യമ്മയുണ്ട്, അപ്പച്ചിയുണ്ട്, ജോലിക്ക് ആളുണ്ട്. പിന്നെ അമ്മ എങ്ങനെ ഒറ്റയ്ക്കാവും? ഈ സെൻറ്റിമെൻറ്റ്സിലൊക്കെ മാറ്റി വെക്കണം. ഇതുപോലെ മുത്തശ്ശി ഒറ്റയ്ക്കാവും എന്നുകൊണ്ടാണത്രേ എൻ്റെ അമ്മ പഠിക്കാൻ പോവൽ നിർത്തിയത്. ഇപ്പം കണ്ടോ, ഈ വീട് വിട്ടൊരു ലോകം അമ്മയ്ക്കില്ല. അതുപോലെ എൻ്റെ ഭാര്യയും ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഹരി ഒറ്റയ്ക്കല്ല അവിടെ, പോയി അവനെ സഹായിക്ക്. റയാൻഷ് പറയുമ്പോൾ ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. 1-2 വർഷം അത് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ നമ്മുടെ കമ്പനിയിൽ നിൽക്കേണ്ടി വരും. അവൻ്റെ കൂടെ കുഞ്ഞുണ്ടാവും. കുഞ്ഞോ? റയാൻഷ് പറയുന്ന കേട്ടൊന്നും മനസ്സിലാവാതെ ലച്ചു ചോദിച്ചു. ഈ പോക്കാണെങ്കിൽ അവൾ പഠിത്തം കഴിഞ്ഞാൽ ഹരിയുടെ കമ്പനിയിൽ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ കയറട്ടെ, അതല്ലേ ഒന്നുകൂടെ നല്ലത്. ചിരിയുടെ റയാൻഷ് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ലച്ചു തലയാട്ടി. റയാൻഷ് ലച്ചുവിനെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവൻ്റെ ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു. വലിയ മാറ്റമില്ലാതെ 1-2 ദിവസങ്ങൾ കൂടെ മുന്നോട്ട് പോയി. റോഷ്നി ഹരിയോട് പറഞ്ഞ പോലെ അവൾ ആ 2 ദിവസവും ഹരിയെ വിളിച്ചില്ല. അവൻ തിരിച്ചും വിളിച്ചില്ല. ലച്ചു ഇന്നു മുതൽ ഓഫീസിൽ പോകാൻ തുടങ്ങുകയാണ്. ഓഫീസിലേക്ക് പെങ്ങൾ വരുന്ന സന്തോഷത്തിലാണ് ഹരി നേരത്തെ എഴുന്നേറ്റതും റെഡിയായി ഇറങ്ങിയതും. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ കുഞ്ഞേ? ഹരി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരുന്നത് കണ്ടതും ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ അവനോട് ചോദിച്ചു. കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തല കുലുക്കി. കയ്യിലുള്ള ബാഗ് സെറ്റിയിൽ വെച്ച് അവൻ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. കയ്യിലുള്ള ഫോൺ എടുത്ത് അതിൽ റോഷ്നിയുടെ ചാറ്റ് എടുത്തു. മെസ്സേജ് ഒന്നും ഇല്ലെന്ന് കണ്ടതും അവന് ചിരിയാണ് വന്നത്. എന്തെങ്കിലും പിഴച്ചാൽ അത് മാറിക്കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് കുഞ്ഞിപ്പെണ്ണേ എന്ന് ടൈപ്പ് ചെയ്തു. ഇതോടെ ഉള്ള പിണക്കം മാറുവാണെങ്കിൽ മാറട്ടെ എന്ന് കരുതി. ഓൺലൈനില്ല, രാത്രി വന്നിട്ട് പോയതാണ്. അപ്പോഴേക്കും ടേബിൾ ഫുഡ് വന്നപ്പോൾ ഫോൺ ഓഫ് ആക്കി അവൻ കഴിച്ചു തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി തിരിക്കുമ്പോൾ ഹാളിലേക്ക് വരുന്ന വല്യമ്മയും വല്യച്ഛനെയും കണ്ട് അവൻ ചിരിച്ചു. അവർ തിരിച്ചും. നീ ഇറങ്ങാനായോ ചോദിച്ചുകൊണ്ട് വല്യച്ഛൻ സെറ്റിലേക്ക് ഇരുന്നു. ഹരി കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഇന്ന് കുറച്ച് നേരത്തെയാണ് വലിച്ച. ലച്ചിന് ഓഫീസിൽ വരുന്നുണ്ട്. അവൾ വരുമ്പോൾ ഞാൻ അവിടെ വേണമല്ലോ കരുതി ഇത്തിരി നേരത്തെ ഇറങ്ങിയതാ. വലിച്ചൻ വന്ന കാര്യം പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൻ അവർക്കെതിരെയുള്ള സെറ്റിലേക്ക് ഇരുന്നു. എൻ്റെ ജോലി കഴിഞ്ഞു കുഞ്ഞെ, ഞാൻ ഇറങ്ങട്ടെ. ജോലിക്ക് നിൽക്കുന്ന ചേച്ചി വന്നും ഹരിയോട് ചോദിച്ചതും അവൻ തലയാട്ടി കാണിച്ചു. അവർ പോയതും അവൻ്റെ കണ്ണുകൾ വീണ്ടും അവൻ്റെ മുന്നിലിരിക്കുന്ന വല്യച്ഛനിലേക്കും വല്യമ്മയിലേക്കും നീണ്ടും. ഞാൻ നിന്നൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ കരുതി വന്നതാ. നിന്നെ ഇപ്പോൾ തീരെ കാണാൻ കിട്ടുന്നില്ല. കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ. വല്യച്ഛന് ഹരി നോക്കി പറയുമ്പോൾ അവൻ ചിരിച്ചു. ഇതിനു മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. രാവിലെ എഴുന്നേൽക്കും, ഓഫീസിൽ പോകും, രാത്രി തിരിച്ചു വരും, ഉറങ്ങും. അങ്ങനെ അതിനിടയിൽ ആരെയും അങ്ങനെ അധികം കാണാറില്ല. അതൊരു പ്രശ്നമായി തീർന്നത് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും പോയി മുഖം കാണിക്കണം. എന്തിന്? ഞാൻ ഇന്നലെ രാത്രി ഓഫീസിൽ നിന്ന് വന്ന ശേഷം അവിടെ വന്നിരുന്നു. അവിടുന്ന് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. വലിച്ചൻ കിടന്നിരുന്നു. നീ വന്നത് അറിഞ്ഞില്ല. ഹരി പറയുമ്പോൾ അദ്ദേഹം ഒന്ന് മൂളി. അതിപ്പോൾ എൻ്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മുൻകൂട്ടി പറഞ്ഞു ചെല്ലാൻ അവൻ വിരുന്നുകാരനൊന്നുമല്ലല്ലോ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരാണോ ഉള്ളത് അവരെ കണ്ട് കഴിക്കാനുള്ളത് കഴിച്ചിട്ട് വരും. അത് ഇഷ്ടത്തോടെ പോകുന്നതൊന്നുമല്ല. ആഴ്ചയിൽ 1-2 ദിവസം അവിടെ പോയി കഴിക്കും. അവർക്കൊരു ഇഷ്ടക്കേടുണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. വലച്ചൻ പറയുമ്പോൾ ഹരി തലകുലുക്കി. പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനാണ് ഈ വരവെന്ന് അവരെ 2 പേരെയും കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായതാണ്. അല്ലാതെ ഈ രാവിലെ അവർക്ക് അവനെ കാണാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ദിവസം അവിടെയും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കും. നിന്റെ കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് കരുതിയാണ് ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊരു കൂട്ട് വേണ്ടേ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്ന ശബ്ദം 3 പേരും കേട്ടു. ഹരി ജസ്റ്റ് അവൻ്റെ ഫോൺ ഓണാക്കി അതിലെ മെസ്സേജ് നോക്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് അല്ല ഹരിക്കുട്ട,
നേരത്തെ അയച്ച അവൻ്റെ മെസ്സേജിന് റിപ്ലൈ വന്നതാണ്. അത് കണ്ടതും ഹരിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി. അവൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ മാച്ച് ആയാണ് അവളിത് പറഞ്ഞത്. അവൻ പൊട്ടി വന്ന ചിരി ഒതുക്കിക്കൊണ്ട് വല്ലച്ചിൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പം ഫോൺ ഓഫ് ആക്കുകയും ചെയ്തു. ഒരു സീരിയസ് കാര്യം പറയാൻ വന്നിട്ട് ഫോണിൽ നോക്കിയിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കേട്ടല്ലേ. അതുകൊണ്ട് മാത്രം റോഷ്നിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവൻ ഫോൺ ഓഫ് ചെയ്തു. നീ ഒന്നും പറഞ്ഞില്ല? വല്യമ്മ കുറച്ചു നേരം അവൻ വലതും പറയുന്നുണ്ട് എന്ന് കാത്ത ശേഷം ചോദിക്കുമ്പോൾ ഹരിയെന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഞാൻ എന്ത് പറയാനാ വല്യമ്മേ? എൻ്റെ കാര്യങ്ങൾ എനിക്കാരും ചെയ്തു തരുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. അതല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സ് അലക്കലും എൻ്റെ റൂം വൃത്തിയാക്കലും രാത്രി ഫുഡ് ഉണ്ടാക്കലും കിച്ചൺ വൃത്തിയാക്കലും അങ്ങനെ ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതിനൊന്നും എനിക്കൊരു കൂട്ട് വേണമെന്നില്ല. ഇനി വിവാഹം കഴിഞ്ഞാലും അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതിന് എനിക്ക് മടിയൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് കല്യാണം നോക്കുന്നതെങ്കിൽ ഞാൻ വേണ്ടെന്നേ പറയൂ. ഹരി വല്യമ്മയെ നോക്കി പറയുമ്പോൾ വല്യമ്മയും വലിച്ചനും പരസ്പരം വന്ന് നോക്കി. ഇനി എന്ത് പറയണമെന്ന പോലെ. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് മാത്രമല്ല, നിനക്കൊരു കൂട്ട് വേണ്ടേ? സമയമൊക്കെ ആയി. ഇനിയും നീ ഒറ്റയ്ക്ക് വേണ്ട. ഒരു വിവാഹമൊക്കെ കഴിക്കാനുള്ള സമയം സന്ദർഭമൊക്കെ ആയിട്ടുണ്ട്. വയസ്സായി, ജോലിയായി, ലൈഫിൽ നീ സെറ്റിലായി. അതുകൊണ്ട് ഇനി ഒരു വിവാഹം കഴിഞ്ഞത് പ്രശ്നമില്ല. അച്ഛനും അമ്മയും മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്തുന്ന ഒരു വിഷമം നിനക്ക് വേണ്ട. 1 വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം. നമ്മൾ നോക്കുന്നത് മാത്രം ശരിയായി ഒരു ചെറിയ നിശ്ചയം നടത്തി വെക്കണം. ബാക്കിയൊക്കെ 1 വർഷം കഴിഞ്ഞിട്ട്. വല്ലച്ചൻ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. അതിലൊന്നും പറയാനില്ലെന്ന പോലെ അവർ തീരുമാനിക്കട്ടെ. വിവാഹത്തോട് എതിരൊന്നും അല്ലാത്തത് കൊണ്ട് അവൻ ആ കാര്യത്തിൽ ഒരു മുടക്കവും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ബന്ധമാണെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഹരി അങ്ങനെ പറഞ്ഞതും അവരുടെ മുഖം വിടർന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ്റെ മകൾ ഡോക്ടറാ, പഠിക്കാം. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ പഠിത്തം കഴിയും. നമുക്ക് ആ വഴിയൊന്ന് ആലോചിച്ചാലോ? വല്ലച്ചൻ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഹരി കയ്യിലെ വാശിലേക്ക് നോക്കിയിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റും. ഡോക്ടറും വക്കീലും ഒന്നും വേണ്ട. സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി മതി. വലിയ സാമ്പത്തികം വേണമെന്നോ വലിയ പഠിത്തം വേണമെന്നോ ഒന്നും എനിക്കില്ല. കാണാൻ കൊള്ളാവുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി, അത്ര മതി. ഹരി അവൻ്റെ തീരുമാനം ഉറപ്പിച്ചു പറയുമ്പോൾ കയ്യിലെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിലേക്ക് അവനെ നോക്കി. റോഷ്നിയാണെന്ന് കണ്ടതും അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. 2 ദിവസം പിണങ്ങി നടന്നവളാണ്. അവൻ്റെ ഒരൊറ്റ മെസ്സേജ് കൊണ്ട് ആ പിണക്കൊക്കെ മാറി. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. വീട് പൊട്ടി താക്കോൽ കൊണ്ട് വല്യമ്മ വയ്ക്കോ, ഞാൻ രാത്രി വന്നിട്ട് വാങ്ങിക്കാം. അതും പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡാക്കി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ പോന്നു നോക്കി വല്യമ്മയും വല്യച്ഛനും പുറത്തേക്ക് നടന്നു. ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചിട്ടും അപ്പുറത്തൊന്നും അനക്കമൊന്നുമില്ല. ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ നില പിണക്കമൊക്കെ മാറിയില്ലേ? കാരണം ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ ചിരിയോട് അവൻ ചോദിച്ചു. എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. എനിക്ക് പിണങ്ങാൻ തന്നെ അറിയില്ല. അപ്പുറത്തുനിന്ന് മറുപടി കേട്ടതും അവനൊന്ന് ചിരിച്ചു. ഫോൺ സ്പീക്കറിലിട്ട് കാൽത്തുടയിൽ വെച്ചുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. ശരിക്കും പിന്നിലേക്ക് എടുത്തത് തിരിച്ചു വേണം കാർ എടുക്കാൻ. എന്നാൽ ഹരി രാത്രിയാകുമ്പോൾ തന്നെ മുന്നോട്ടെടുത്ത് പോകുന്ന തരത്തിൽ വണ്ടി നിർത്തും. പിന്നെ 2 ദിവസം എന്നോട് പിണങ്ങി നടന്ന ആളാണ് പറയുന്നത് പിണങ്ങാൻ അറിയില്ലെന്ന്. ഹരി ഫോൺ നേരെ വെച്ചുകൊണ്ട് അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതിനാര് പറഞ്ഞു പിണങ്ങിട്ട ഞാൻ മെസ്സേജ് അയക്കാത്തത്, വിളിക്കാത്തതെന്നൊക്കെ? എന്നും ഇയാൾക്ക് വിളിച്ച് വിശേഷം തിരക്കാനും മെസ്സേജ് അയക്കാനും ഞാനെന്താ ഇയാളെ കാമുകിയോ? അയ്യോ, കാമുകി എന്നൊക്കെ പറയാനായോ? അതിനുള്ള വളർച്ചയൊക്കെ വന്നോ കുഞ്ഞിപ്പെണ്ണിന്? ചോദിച്ചുകൊണ്ടവൻ കേശുവിൽ ഒരു കടി കടിച്ചു. ചിരി ഒതുക്കി പിടിക്കുകയാണ്. ആ മൂക്കിൻ തുമ്പ് പോലും ദേഷ്യം കൊണ്ട് ഇപ്പോൾ വിറയ്ക്കുന്നുണ്ടാകുമെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. ഇയാൾക്ക് കാമുകൾ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ എനിക്കും പറയാം. അതിന് ഇയാൾ അത്ര മൂപ്പൊന്നും വേണമെന്നൊന്നുമില്ല. കുഞ്ഞി, അടി വാങ്ങിക്കുന്നീ. പെട്ടെന്ന് ഹരി അങ്ങനെ പറഞ്ഞതും റോഷ്നി ഒന്നും ഞെട്ടി. ദേഷ്യത്തിലൊന്നുമല്ല അവൻ പറഞ്ഞത്. സാധാരണ പറയും പോലെ തന്നെയാണ്. മൂപ്പെന്നൊക്കെ പറഞ്ഞവനെ കളിയാക്കിയപ്പോൾ അവൻ സാധാരണ പോലെ പറഞ്ഞതാണ്. പക്ഷെ അത് റോഷ്നിയുടെ ഉള്ളിൽ എവിടെയോ കൊണ്ടു. പണ്ട് അച്ഛൻ പറയുന്ന പോലെ ഒരു പറച്ചിൽ. ഓ, ആ ഒരൊറ്റ വാക്കിൽ അവൾ അതിന് മറുപടി കൊടുത്തു. അല്ല, ഞാനപ്പോൾ കാമുകൻ എന്നൊക്കെ പറഞ്ഞു. ആലോചനയുടെ ഹരി ചോദിക്കുമ്പോൾ റോഷ്നിയുടെ കണ്ണുകൾ കോർത്തു. പറഞ്ഞു ആരോടും പറയാതെ സിനിമ കാണാൻ പോവാ. നമ്മളാരാ കാമുകനോ എന്ന് ചോദിച്ചില്ലേ? റോഷ്നി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം, അടിവരിട്ട് ഉറപ്പിച്ച ദിവസമാണത്. അന്നത്തെ എന്തൊക്കെ ചോദിച്ചാലും അവളത് പറയും. ഓ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അതും ഓർത്തുകൊണ്ട് പിണങ്ങി നടന്നിട്ട് ഇപ്പൊ പിണക്കില്ലെന്നോ? ഇതൊക്കെ മറക്കാതെ മനസ്സിൽ വെച്ചിരിക്കുകയാണല്ലേ? ഹരി ചോദിക്കുമ്പോൾ ആ ചുണ്ടുകൾ ഇപ്പോൾ ഒരു വശത്തേക്ക് ചിരിഞ്ഞത് അവൻ മനസ്സിൽ കണ്ടു. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. ഓർമ്മ വരുന്നത് പറഞ്ഞതേ ഉള്ളൂ. റോഷ്നി പറയുമ്പോൾ ഹരി ചിരിച്ചു. കാണാതെ തന്നെ അവളുടെ മുഖഭാവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാതെ തന്നെ അവനറിയാം. അത് അവന് തന്നെ ഒരു അത്ഭുതമായി തോന്നി.
ഇന്നെന്താ രാവിലെ തന്നെ ഒരു പണിയില്ലേ? ക്ലാസ്സിന് പോകുന്നില്ലേ? ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് പതിയാണ് പോകുന്നത്. മെയിൻ റോഡിലേക്ക് കടന്നപ്പോൾ തന്നെ അവൻ കാറിന്റെ സ്പീഡ് കുറച്ചു. ഇന്ന് പോകുന്നില്ല, പീരീഡ്സ് ആയതിന്റെ വയറുവേദനയാണ്, പോവാനൊന്നും വയ്യ. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ക്ഷീണം നിറഞ്ഞ പോലെ. ഇതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. എന്നിട്ട് നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഒരു വയ്യായി മാറാൻ തന്നെ അവൻ മനഃപൂർവ്വം അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ചോദിച്ചു. നാവ് കൊണ്ടല്ല കോളേജിൽ പോകുന്നത്, വയറുകൊണ്ടല്ലോ കോളേജിൽ പോകുന്നത്, കാല് കൊണ്ടല്ലേ പോകുന്നത്? ചിരി ഒതുക്കി പിടിച്ചോണ്ട് ഹരി ചോദിച്ചു. എന്താ അറിയില്ല, അവളുടെ മര്യാദയിൽ സംസാരിക്കുന്നേക്കാൾ ഇഷ്ടം ഇതുപോലെ തറുതല പറഞ്ഞിട്ട് അവളെ ദേഷ്യം പിടിപ്പിക്കാനാണ്. മോനെ ഹരിക്കുട്ടാ, രാവിലെ തന്നെ എൻ്റെ വാലിരിക്കുന്നത് കേൾക്കണ്ട. അല്ല പിന്നെ, റോഷ്നി പറയുമ്പോൾ ഹരി ഉറക്കാ ചിരിച്ചു. എന്നാ ശരി കുഞ്ഞിപ്പണേ, ഞാൻ ഫോൺ വയ്ക്കട്ടെ. ഇനിയും ഇതുപോലെ പതിയെ പോയാൽ എൻ്റെ പെങ്ങൾ ഓഫീസിൽ വരുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല. ആയിക്കോട്ടെ, ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്ക്. എന്തിന് ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കാൻ? നീ എൻ്റെ കാമുകിയൊന്നും അല്ലല്ലോ. നീ പോടാ. അതും പറഞ്ഞിട്ട് ഒരൊറ്റ കട്ടാക്കൽ. ഹരി ചീരയുടെ ഫോൺ മാറ്റി വെച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. മനസ്സിൽ കരുതിയതുപോലെ തന്നെ ലച്ചു എത്തിന് മുൻപ് ഹരി എത്തി. അകത്തേക്ക് കയറാതെ പുറത്തുതന്നെ നിന്നു. 1-2 മിനിറ്റുകൾക്ക് ശേഷം റയാൻഷിന്റെ കാർ അവിടെ ബിൽഡിങ്ങിന്റെ മുന്നിലായി വന്നു നിന്നു. അവരെ കണ്ടും ഹരി ചീരയുടെ സ്റ്റെപ്പ് ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് വന്നു. ലച്ചു ഡോർ തുറന്ന് ഹരിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആഹാ, ഭർത്താവ് സ്വന്തമായി ഒരു വണ്ടി എടുത്തു തന്നിട്ട് അതിൽ വരാതെ ഭർത്താവിനെ ഡ്രൈവറാക്കി അതിൽ വരുന്നോ? ലച്ചുവിനെ ഒരു കയ്യിൽ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ പതിയെന്ന് മുത്തിക്കൊണ്ട് ഹരി ചോദിച്ചു. ഈ ഓഫർ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. നാളെ മുതൽ പെങ്ങൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരും അല്ലേ? ആദ്യം ഹരിയെ നോക്കിയും പിന്നെ ലച്ചുവിനെ നോക്കിയും റയാൻഷ് പറഞ്ഞു നിർത്തി. ലച്ചു ചീരയുടെ തല കുലുക്കി കാണിച്ചു. എന്നാ വാ, അകത്തേക്കൊന്ന് കയറിട്ട് പോവാം. ലച്ചുവിനും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഹരി റയാൻഷിനെ നോക്കി ചോദിച്ചു. ഇല്ല, അകത്തേക്ക് കയറാൻ സമയമില്ല. ഇന്ന് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനത്ര. അതുകൊണ്ട് വേഗം പോട്ടെ. വൈകിട്ട് ഞാൻ വിളിക്കാം, അതിനനുസരിച്ച് ചെയ്യാം. ലച്ചുവിനെ നോക്കി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ലച്ചു തലയാട്ടി കാണിച്ചു. വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് അവൻ പറയുന്നത്. റയാൻഷ് പോയതും ഹരിയും ലച്ചുവും ഓഫീസിനകത്തേക്ക് കയറി. ഇന്നലെ രാത്രി എന്നെ വല്ലിച്ചൻ വിളിച്ചിരുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ലച്ചു ഹരിയെ നോക്കി പറഞ്ഞു. എന്തിനാകും വല്ലിച്ചൻ അവളെ വിളിച്ചെന്ന് ഹരിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഏട്ടനോട് വല്ലിച്ചൻ എന്തെങ്കിലും പറഞ്ഞോ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് ലച്ചു കണ്ടു ചോദിച്ചു. രാവിലെ വന്നിരുന്നു, നോക്കി തുടങ്ങാൻ ഞാൻ പറഞ്ഞു. വലിയ കൊമ്പത്തെ കുട്ടിയൊന്നും വേണ്ട, എനിക്കിഷ്ടപ്പെടുന്ന പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി, അങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നായാലും വേണ്ടേ? ഹരി പറയുമ്പോൾ ലച്ചൊന്നും മിണ്ടില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരിക്കെ ഒരിക്കൽ അവനുടെ വിവാഹത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നു. അന്നൊന്നും അവനെ തന്നെ സമ്മതിച്ചിരുന്നില്ല. അവളെ കൂടി അവൻ്റെ വിവാഹത്തെ നടത്തണമെന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്കേറി തോന്നൽ അവൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാകും. അതാണ് ഇങ്ങനൊരു മറുപടി. എല്ലാം കൊണ്ടും ശരിയായി കണ്ടുറപ്പിച്ചു വെക്കാം. ഉടനെ ഒന്നും വിവാഹം വേണ്ട എന്ന് എൻ്റെ അഭിപ്രായം. 1 വർഷം കഴിയട്ടെ, അപ്പോഴേക്കും ശരിയാകും. എല്ലാം ഒത്തുവരട്ടെ. ഹരി പറയുമ്പോൾ ലച്ചു മോളി കുറച്ചു നേരം ക്യാൻറ്റീനിൽ പോയിരുന്ന ഒരു ചായ കുടിച്ച് സംസാരിച്ച ശേഷമാണ് രണ്ടുപേരും അവരുടെ ജോലിയിലേക്ക് മുഴുകിയത്. ലച്ചു വിവരം റയാൻഷിനോടും പറഞ്ഞിട്ടില്ല. ഹരിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി കിട്ടിയില്ലല്ലോ. ഇനി പറയണം. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നോക്കാം, അന്വേഷിക്കാം, പറയണം. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ലച്ചു അവളുടെ ജോലിയിലേക്ക് മുഴുകി.